വൈദ്യുത മന്ത്രി ഭയങ്കരമായ പ്രതിസന്ധിയാണ്. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ബഡായി ഒക്കെ പലരും പറയുന്നുണ്ടാവും. പക്ഷെ ഉള്ളത് പറയാമല്ലോ. സാധാരണ പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രതിസന്ധി എന്ന് പറയില്ല, പ്രയാസം എന്നേ പറയും. ഇത് അങ്ങനെയല്ല, പ്രതിസന്ധി തന്നെയാണ്. ഇത് അദ്ദേഹം പറയുന്ന ബൈറ്റും കൊടുത്തു. അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നതാണോ തെറ്റ്, അതോ ഇതുപോലുള്ള അവാസ്തവങ്ങൾ പ്രതിപക്ഷ നേതാവ് പറയുന്നതാണോ തെറ്റ്? അതിനെയല്ലേ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത്? കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടത് വലത് മുന്നണികളുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ എന്ന നിലയിലാണ് ഓരോ തെരഞ്ഞെടുപ്പിനെയും കേരളം കണ്ടിട്ടുള്ളത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറയുന്നു ഞങ്ങൾ ലെഫ്റ്റാണ്, നെഹ്റുവിയൻ ലെഫ്റ്റാണ് ഞങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അപ്പോൾ ലെഫ്റ്റും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. KSEB ലാഭത്തിലാക്കി എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു അവകാശവാദമായിട്ട് ഇതിനെ കണക്കാക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ ഒരൊറ്റ ഉദാഹരണം കൊണ്ട് അദ്ദേഹത്തിന്റെ അവകാശവാദത്തിന്റെ അസംബന്ധം തുറന്നു കാണിക്കാം. പൊതുപണിമുടക്ക് നടന്നു. ഇന്ത്യയിലെ BJP ഒഴികെയുള്ള BMS ഒഴികെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ഒരുമിച്ച് നിന്ന എന്തിനെതിരെയാണ് പൊതുപണിമുടക്ക് നടന്നത്? ലേബർ കോഡിനെതിരെ. തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന, തൊഴിലാളികളുടെ ഇതുവരെ പൊരുതി നേടിയ അവകാശങ്ങൾ മുഴുവൻ ഇല്ലാതാക്കുന്ന ലേബർ കോഡിനെതിരെ. ആ പൊതുപണിമുടക്കിനെ രാഹുൽ ഗാന്ധി പിന്തുണച്ച് ട്വീറ്റ് ചെയ്തു. അന്ന് ജാഥ നടത്തുകയും ആ പൊതുപണിമുടക്കിനെ പരിഹസിക്കുകയും തള്ളിപ്പറയുകയും ചെയ്ത പ്രതിപക്ഷ നേതാവാണ് ഞാൻ ലെഫ്റ്റാണ് എന്ന് പറയുന്നത്. പണ്ട് ഹിറ്റ്ലറെ സ്വയം സോഷ്യലിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അതിനെയാണ് ഓർമ്മ വരുന്നത്. ഹിറ്റ്ലറുടെ പാർട്ടിയുടെ പേര് തന്നെ നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ്. അതാണ് നാസി പാർട്ടി. ഞാൻ സോഷ്യലിസ്റ്റ് ആണ് എന്ന് ഹിറ്റ്ലർ പറഞ്ഞതുപോലെയാണ് ഞാൻ ലെഫ്റ്റാണ് എന്ന് VD സതീശൻ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? നാട്ടിലൊരു അംഗീകാരം ജനങ്ങളുടെ കിട്ടണമെങ്കിൽ ഇടതുപക്ഷമാണെന്ന് പറയണം എന്നതുകൊണ്ടാണ്. ഞാൻ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞാൽ ഈ അംഗീകാരം കിട്ടില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നത്.